Good afternoon, teachers. Today we are going to discuss a wonderful, amazing, and a beautiful lesson. I think it will be something special for you. And let us start lesson 4, verbs, tense and their uses. വെർബും ടെൻസും അതിൻ്റെ ഉപയോഗവും. ലെസൺ 4 ഇനി ഫുൾ ഗ്രാമർ പാർട്ടാണ്. സോ ഗ്രാമറിൻ്റെ ഇത് ഫുൾ ടെൻസിനെ കുറിച്ചിട്ടുള്ള, അപ്പോൾ അങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുമിച്ചൊരു ചാപ്റ്റേഴ്സ് ഫുള്ള് ഒരുമിച്ച് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്ര ദിവസം ടെൻസിൻ്റെ പാട്ട് ഒന്ന് മാറ്റി വെച്ച് തരുന്നത്. അപ്പോൾ നമുക്ക് ടെൻസും അതിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് ഇനി പറഞ്ഞു നോക്കാം കേട്ടോ. So all of you please give your attention here and try to understand maximum, because നമ്മൾ നേരിട്ട് കാണുന്നില്ല, ഒരു ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഇല്ല. ഞാനിങ്ങനെ ഓൺലൈനായിട്ട് പറയുന്ന കാര്യമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ബോർഡോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളിയായിട്ട് മനസ്സിലാക്കായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ മനസ്സിലാവും, പക്ഷെ നിങ്ങളൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. verbs, tense and their uses. A verb is an action, word or it shows a state. Every verb has 4 basic form. So ഇവിടെ പറയുന്നത് വെച്ചാൽ വെർബ് എന്ന് പറയുന്നത്, ഒരു വെർബ് എന്ന് പറയുന്നത്, ക്രിയ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷൻ, ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനെ സൂചിപ്പിക്കുന്നു. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഒരു ഇതെന്ന് പറയില്ലേ, സ്റ്റേറ്റ് മീൻസ് ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തിനേയും കാണിക്കുന്നു. ആക്ഷനോ ഒരു പ്രവൃത്തിയോ സിറ്റുവേഷനെയൊക്കെ കാണിക്കുന്നതാണ് ഒരു ക്രിയ. സോ ഇവിടെ എവറി വെർബ് ഹാസ് 4 ബേസിക് ഫോംസ്. ഓരോ വെർബിനും 4 ബേസിക് ഫോം ഉണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക, ഓരോ വെർബിനും 4 ബേസിക് ഫോം ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ING ഫോംസ്. അപ്പോൾ ഈ പ്രസൻറ്റിന് ഇൻഫിനിറ്റ് എന്ന് പറയും കേട്ടോ, ഇൻഫിനിറ്റീവ് എന്ന് പറയും. സോ നമുക്ക് വി ക്യാൻ ക്ലാസിഫൈ every verb has 4 forms, basic forms. So we can classify every verbs in present, past participle and ING forms. Here are some examples. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പരിചയപ്പെടാം ആദ്യമായിട്ട് ഇതിൻ്റെ. അപ്പോൾ പ്രസൻറ്റിന് കാണിക്കുന്ന റൈറ്റ്, പ്രസൻറ്റ് ഇറ്റ്സ് എ പ്രസൻറ്റ് ഫോം. റൈറ്റ്, പാസ്റ്റ് ടെൻസ് എന്താ വെച്ചാൽ റോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ് റിട്ടൺ ആൻഡ് ING ഫോം റൈറ്റിംഗ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു 3 ഇത് പറയാനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾ എനിക്ക് എഴുതിയിട്ട് അയച്ചു തരിക. ഏതൊക്കെയാണ്? ടീച്ച്, സ്റ്റഡി, പ്രേ, സീ, ഡ്രീം. സോ ടീച്ച്, സ്റ്റഡി, പ്രേ, സീ, ഡ്രീം. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് ING ഫോം ഏതൊക്കെയാണ് കണ്ടെത്തി നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അയച്ചു തരിക കേട്ടോ. സോ ദർ ആർ 3 basic tenses in English: past, present and future. there are 3 basic tense in English. അപ്പോൾ ഓരോ വെർബിന് 4 ഫോം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി കൺഫ്യൂസിങ് ആവണ്ട. അപ്പോൾ അതുപോലെ തന്നെ 3 ബേസിക് ടെൻസ്. അത് ഇനി ഇംഗ്ലീഷിൻ്റെ കാര്യമില്ല, മലയാളത്തിൻ്റെ കാര്യമില്ല, ഏത് ലാംഗ്വേജിലാണെങ്കിലും 3 ടെൻസ്, 3 കാലങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. സോ ആ 3 കാലങ്ങൾ ഏതൊക്കെയാണ്? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. there are 3 basic tenses in English. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഭൂതം, ഭാവി, വർത്തമാനം എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ തമാശയ്ക്ക്. അപ്പോൾ 3 കാലഘട്ടങ്ങൾ നമ്മളെ ഇനി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലാണെങ്കിലും ഇനി വേണ്ട ഏത് ലാംഗ്വേജസിലാണെങ്കിലും ഇത്തരത്തിൽ 3 ബേസിക് ഫോം, ടെൻസിൻ്റെ ഫോം നമുക്ക് കാണാൻ പറ്റും. ഈച്ച് ഓഫ് ദീസ് 3 tenses is further divided into 4. അപ്പോൾ ഈ ടെൻസസിനെ നമ്മൾ വീണ്ടും 4 സബ് ഡിവൈഡഡ് ചെയ്തിട്ട് 4 അപ്പോൾ അത്തരത്തിൽ നമ്മൾ 4 കഴിയുമ്പോൾ നമുക്ക് 12 ടെൻസ് ഉണ്ടായിരിക്കും.
അപ്പോൾ ഈ മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു പാസ്റ്റും പ്രസൻറ്റും. അതിന് പിന്നെയും 4 സബ് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് ടോട്ടൽ 12 ടെൻസ് കിട്ടി. വി ആഡ് ദ ടേംസ് സിമ്പിൾ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇതാക്കി എടുത്തതിന്. അപ്പോൾ ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടു ദ ബേസിക് ടെൻസ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടു ദ ബേസിക് ടെൻസ്. If you remember these terms in the given order, it will be easy for you to name the 12 tenses added to the 12. There are 2 more, conditional and. അപ്പോൾ നമ്മളിപ്പോൾ 12 ടെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം അത് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ കൂടെ വരുന്നതാണ് അടുത്തത് കണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ പെർഫെക്റ്റ്. കണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ പെർഫെക്റ്റ്. അപ്പോൾ നോക്കൂ, 12 ആയിട്ടോ. അത് നമ്മൾ 4 3 ടെൻസ് ഉണ്ടായിരുന്നു, അതിനെ 4 സബ് ഡിവൈഡ് ചെയ്ത് ഒന്നും കൂടി എലാബറേറ്റ് ചെയ്തു. പിന്നെ അത് 12 മൊത്തം. അപ്പോൾ നമുക്ക് 12 ടെൻസ് കിട്ടും. ആ 12 ടെൻസിനെ ഒന്നും കൂടി ചെയ്തിട്ടുണ്ട്, കണ്ടീഷണലും കണ്ടീഷണൽ പെർഫെക്റ്റ്. ദസ് വി ഹാവ് ടോട്ടൽ എത്രയായി? അപ്പോൾ 14 ടെൻസായി. അപ്പോൾ ടോട്ടൽ 14 ടെൻസായി. ഇനിയിപ്പോൾ ആ ടെൻസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ടെൻസിൻ്റെ ഇത് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇപ്പോൾ നോക്കൂ, സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് സിമ്പിളിൽ നോക്കൂ, പ്ലേ ഓർ പ്ലേസ്. അപ്പോൾ പ്ലേ എന്ന് പറയുമ്പോൾ പ്ലേസ് ആകുമ്പോൾ എസ് ഓർ എസ് ചേർത്ത് സിംഗുലർ ഓർ പ്ലൂറൽ. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ആം, ഈസ്, ആർ പ്ലേയിങ്. പ്ലേ അവിടെ പ്ലേയിങ് ആയി. നോക്കൂ, സിമ്പിൾ പ്രസൻറ്റിൽ പ്ലേ ഓർ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എത്തുമ്പോൾ ആം, ഈസ്, ആർ യൂസ് ചെയ്യാം. അത് പ്ലേ ഓർ പ്ലേയിങ് ആയി. പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാസ്, ഹാവ് ഓർ പ്ലേഡ്. പ്ലേ ഓർ പ്ലേഡ്. ഇനി അത് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഹാസ് ബീൻ പ്ലേയിങ്. ഇനി പാസ്റ്റ് സിമ്പിൾ ആവും. പാസ്റ്റ് സിമ്പിൾ played, past continuous was or were playing, past perfect had played, past perfect continuous had been playing. ഇനി അത് ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ 4, 8, 12 പിന്നെ 14. അപ്പോൾ ഇനി കാണിച്ചു തരാം. ഇനി ഫ്യൂച്ചറിൻ്റെ കാര്യം നോക്കുക. ഫ്യൂച്ചറിൽ സിമ്പിളായി വരുമ്പോൾ വിൽ ഓർ ഷോൾ. He will play or he shall or play. Future continuous will, shall or be playing. Future perfect will, shall plus have played. Future perfect continuous വരുമ്പോൾ will, shall, have been playing. അപ്പോൾ കണ്ടീഷണൽ ഇതിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ would, could, might play. Conditional perfect would, should, could, might have played. കൺഫ്യൂഷൻ ആവണ്ട, പറഞ്ഞു തരാം, ഒന്നും കൂടി മനസ്സിലാക്കി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് 3 ടെൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. 3 ടെൻസസിൽ 3 കാലങ്ങളുണ്ട്, പാസ്റ്റ്, പെർഫെക്റ്റ്, ഫ്യൂച്ചർ. അതിനെ പിന്നെ ഒന്നും കൂടി സബ് കാറ്റഗറൈസ് ചെയ്ത സബ് ഡിവൈഡഡ് ഇൻറ്റു 4. അത് സിമ്പിൾ, കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അങ്ങനെ 4 ടെൻസസ് ആക്കി. അത്തരത്തിൽ ഓരോന്നിലും അങ്ങനെ 4 വെച്ചാൽ അപ്പോൾ അത് പാസ്റ്റിലും വരും, പ്രസൻറ്റിലും വരും, ഫ്യൂച്ചറിലും വരും. അത്തരത്തിൽ നമുക്ക് 12 കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ് കണ്ടീഷണലും കണ്ടീഷണൽ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് മനസ്സിലാക്കാമേ. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഉണ്ട് ഒരു ഇവിടെ ഇപ്പോൾ ഒരു ടെൻസ് ജസ്റ്റ് കുറച്ച് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. മേരി ഹാസ് ബീൻ സ്റ്റേയിങ് ഇൻ ദിസ് പ്ലേസ് ഫോർ ദി ലാസ്റ്റ് 5 years. അപ്പോൾ ഹാസ് ബീൻ
ഹാസ് ബീൻ വരുമ്പോൾ ഏതാണ് അവിടെ ടെൻസ്? സോ ഹാസ് ബീൻ വരുമ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹാസ് ഓർ ഹാവ് വരുന്നതിന് നമ്മൾ പറഞ്ഞു, അതായത് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് അത് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നോക്കൂ, ദ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഏതായിരിക്കും? വാസ് ഓർ വേർ പ്ലേയിങ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വർക്ക് തരാം, അത് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്, അത് ഏത് ടെൻസാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ യൂസ് ഓഫ് ദ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസാണ് പറയുന്നത്. അതിന് മുന്നേ നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ കുറച്ച് വാചകങ്ങൾ എഴുതി പഠിക്കാനുണ്ട്. അത് നമുക്ക് എക്സസൈസായിട്ട് ക്ലാസ്സിൽ ചെയ്യാം. അതിന് മുൻപ് ഞാൻ എന്താണ് യൂസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നോക്കൂ, ടു ഷോ ഹാബിച്വൽ ആക്ഷൻസ്, അതായത് നമ്മൾ ഡേ ടു ഡേ ആക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പതിവായിട്ട് റെഗുലറായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ടു ഷോ ദ ഹാബിച്വൽ ആക്ഷൻസ് വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 in the morning. അതായത് ഞാൻ എന്നും രാവിലെ 6 മണിക്ക് എണീക്കുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ഹാബിച്വൽ ആക്ഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. മൈ ഫാദർ ഗോസ് ടു ബെഡ് അറ്റ് 10 at night. എൻ്റെ അച്ഛൻ എന്നും 10 മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്നു, അല്ലെങ്കിൽ 10 മണിയാകുമ്പോൾ കിടക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഹാബിച്വൽ ആക്ഷൻസ്. മുസ്ലിംസ് പ്രേസ് 5 times a day. അതായത് മുസ്ലിംസ് 5 വട്ടം ഡെയിലി നമസ്കരിക്കും അല്ലെങ്കിൽ നിസ്കരിക്കും. അത് ഇറ്റ്സ് ആൻ ഹാബിച്വൽ ആക്ഷൻ അല്ല, അവരുടെ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടുത്തത് ഏതൊക്കെ സമയങ്ങളിലെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ടു ഷോ പെർമനൻറ്റ് എറ്റേണൽ യൂണിവേഴ്സൽ ട്രൂത്ത്, അല്ലെങ്കിൽ പെർമനൻറ്റും സത്യവും അതുപോലെ തന്നെ നമ്മളെ യൂണിവേഴ്സലായിട്ടുള്ള പ്രപഞ്ച സത്യങ്ങളെ നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്തിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, വാട്ടർ ഫ്ലോസ് ഡൗൺവാർഡ്സ്, മാൻ ഈസ് മോർട്ടൽ. മനുഷ്യൻ എന്നുള്ളത് പറയുന്നത് മരണപ്പെടുന്ന ഒരു ഇതാണ്, അല്ലെങ്കിൽ മോർട്ടല. മനുഷ്യൻ്റെ ജീവൻ എന്നുള്ളത് ഒരിക്കലും അനശ്വരമല്ല, നശ്വരമാണെന്നാണ് പറയുന്നത്. അതെപ്പോൾ വേണമെങ്കിലും തീരാന്ന് പറയുന്നു. പിന്നെ വാട്ടർ ഫ്ലോസ് ഡൗൺവാർഡ്, വെള്ളം ഒരിക്കലും മേലോട്ട് ഒഴുകില്ല, താഴോട്ടേ ഒഴുകുള്ളൂ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതും ഒരു എറ്റേണൽ ട്രൂത്താണ്. ഇനി അടുത്തതായിട്ട് ഏത് സിറ്റുവേഷൻ പറയും? ടു ഷോസ് ദി ഇമോഷൻ ആൻഡ് വിഷസ്, നമ്മളെ ആഗ്രഹം, സ്ട്രോങ് ഇമോഷൻസിനെയും ആഗ്രഹങ്ങളെയൊക്കെ പ്രകടിപ്പിക്കാൻ. ഐ ഹേറ്റ് ഇൻടോളറൻസ് ഇൻ പീപ്പിൾ, അതായത് ജനങ്ങളിലുള്ള ഈ ക്ഷമ ഇല്ലാത്ത സ്വഭാവം ഞാൻ വെറുക്കുന്നു, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. ഐ ലൈക്ക് വാച്ചിങ് റൊമാൻറ്റിക് മൂവീസ്, എനിക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ചിത്രം കാണാൻ ഇഷ്ടമാണ്. മൈ മദർ ലൈക്സ് ടു വിസിറ്റ് ഹിസ്റ്റോറിക് പ്ലേസസ്, എൻ്റെ അമ്മയ്ക്ക് ഈ ചരിത്ര പാരമ്പര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മളെ ഇഷ്ടങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ഇമോഷൻസ്, വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ അടുത്തതായിട്ട്, ടു ഗീവ് ഇൻസ്ട്രക്ഷൻ ഓർ ഡിറക്ഷൻ, നമുക്ക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരാളെ ഇൻസ്ട്രക്റ്റ് ചെയ്യാൻ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വഴി കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ടേക്ക് ദ ബുക്ക് ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ ദ കബോർഡ്, അപ്പോൾ ആ ബുക്ക് എടുത്തിട്ട് ആ കബോർഡിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ദ ടേൺ ലെഫ്റ്റ് അറ്റ് ദി ജംഗ്ഷൻ ടു റീച്ച് അറ്റ് ദ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിൽ എത്തണമെങ്കിൽ ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിയണം എന്നാണ് പറഞ്ഞു കൊടുത്തു. ഇനി അടുത്തത്, ടു എക്സ്പ്രസ് ഫിക്സഡ് അറേഞ്ച്മെൻറ്റ്സ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, അതായത് ഇപ്പോഴോ അതേ അല്ലെങ്കിൽ പിന്നീടോ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയാനും നമ്മൾ ഈ ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് വി ഗോ ടു ന്യൂഡൽഹി, അടുത്ത ആഴ്ച ഞങ്ങൾ ഡൽഹി പോകും. ഇൻ മാർച്ച് വി ടേക്ക് അവർ ഫൈനൽ എക്സാമിനേഷൻ, മാർച്ചിൽ ഞങ്ങളെ ലാസ്റ്റ് എക്സാമിനേഷൻ നടക്കും. നെക്സ്റ്റ് ഇയർ മൈ സിസ്റ്റർ ഗെറ്റ്സ് മാരീഡ്, അടുത്ത വർഷം എൻ്റെ സിസ്റ്റർ കല്യാണം കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ്
സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴോ അറ്റ് ഡേ ടു ഡേയോ അല്ലെങ്കിൽ പിന്നീടോ നടത്താൻ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ കുറച്ച് എക്സസൈസും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. കാരണം ഗ്രാമർ ഒരിക്കലും കേട്ടുകൊണ്ട് മാത്രം മനസ്സിലാവില്ല, അത് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ അത് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്താൽ മാത്രമേ അത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി എക്സസൈസ് ചെയ്യാൻ, വർക്കൗട്ട് ചെയ്യാനാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത് ഈ പാർട്ടിൽ. സോ എല്ലാവരും നന്നായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. മാക്സിമം സ്വന്തമായിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക കേട്ടോ. എനിവേ, താങ്ക്സ് എവരിബഡി. താങ്ക്സ് എ ലോട്ട്.